Good morning, students. In mobile communication, new topics are multiple access wireless network, FDMA, TDMA, CDMA, and SDMA. Okay, first topic, multiple access in wireless network. ഒരു മൊബൈൽ യൂസറിന് അതർ റേഡിയോ ചാനൽസിൻ്റെ ഡീഗ്രഡേഷൻ ഇല്ലാതെ ഹൈ ക്വാളിറ്റി ആൻഡ് ഹൈ കപ്പാസിറ്റി റേഡിയോ റിസോഴ്സസ് അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് ഷെയർ ചെയ്യാൻ അലോ ചെയ്യുന്ന ടെക്നിക്സ് ആണ് മൾട്ടിപ്പിൾ ആക്സസ് സ്കീം. ഓക്കെ, ഇപ്പോൾ ഒരു വയേർഡ് നെറ്റ്വർക്കിലാണെങ്കിൽ ഒരു സിഗ്നൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയി സെൻസ് ചെയ്യാം. ദെൻ ആ സിഗ്നൽ ഡ്രോപ്പ് അക്നോളജ്മെൻറ്റ് സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്ത് ഈ ഡ്രോപ്പ് ചെയ്ത സിഗ്നൽ റീസെൻഡ് ചെയ്യാം. ബട്ട് വയർലെസ് നെറ്റ്വർക്കിലാണെങ്കിൽ വയേർഡ് നെറ്റ്വർക്കിലെ പോലെ തന്നെ ഈ ഇൻഫർമേഷൻ സെൻറ്ററിലോട്ട് അത് സെൻഡ് ചെയ്യും. ബട്ട് ഹിഡൻ ടെർമിനൽസ് അല്ലെങ്കിൽ ഹിഡൻ മൊബൈൽ യൂണിറ്റ്സിൻ്റെ ഡാറ്റാസ് ആ ചാനലിൽ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻഫർമേഷനും കൊളൈഡ് ചെയ്ത് രണ്ട് ഡാറ്റാസും ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ABC are 3 മൊബൈൽ യൂണിറ്റ്സ്. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊബൈൽ യൂണിറ്റിനും ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കവറേജ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഡയമീറ്റർ D. മൊബൈൽ യൂണിറ്റ് B പ്ലേസ് ചെയ്തിരിക്കുന്നത് മൊബൈൽ യൂണിറ്റ് എയുടെ കവറേജ് ഏരിയയിലാണ്. അതുപോലെ തന്നെ മൊബൈൽ സിയുടെ കവറേജ് ഏരിയയിലുള്ളതാണ്. സോ ഈ രണ്ട് AC മൊബൈൽ യൂണിറ്റിനും ബിയിലേക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാം. മൊബൈൽ യൂണിറ്റ് എ മൊബൈൽ യൂണിറ്റ് ബിയിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എ സെർച്ച് ചെയ്യും മൊബൈൽ ബി എയുടെ കവറേജ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണോ. ഓക്കെ ആണെങ്കിൽ മാത്രമേ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. മൊബൈൽ യൂണിറ്റ് സിക്ക് മൊബൈൽ യൂണിറ്റ് എ ബിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഫോർമേഷൻ അവൈലബിൾ ആയിരിക്കില്ല. കാരണം എയും സിയും ഒരേ കവറേജ് ഏരിയയിൽ വരുന്നില്ല. സി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, എന്നും സി എന്നുള്ള ഡാറ്റാസ് ബിയിൽ വന്ന് കൊളൈഡ് ചെയ്യും, രണ്ട് ഡാറ്റാസും ലോസ് ആവും. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ആക്സസ് വയർലെസ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ആക്സസ് സ്കീം യൂസ്ഡ് ഇൻ വയർലെസ് നെറ്റ്വർക്ക്സ് ആർ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് FDMA, and second one time division multiple access TDMA, and third one code division multiple access CDMA, and fourth one space division multiple access SDMA, and packet radio access. Okay, first one നോക്കാം. frequency division multiple access FDMA. frequency division multiple access ഒരു സെല്ലുലാർ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്തിനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് നാരോ ബാൻഡ് വിഡ്ത്താക്കി സബ് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഈ ഓരോ ബാൻഡ് വിഡ്ത്തും സ്മോൾ ബാൻഡ് വിഡ്ത്തും ഓരോ ചാനൽസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യും. സോ ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, ഈ ഫിഗർ നോക്കാം. ടൈം ആൻഡ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിനെ നമ്പർ ഓഫ് നാരോ ബാൻഡ് വിഡ്ത്ത് ആക്കി സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ F1 ഫോർ ചാനൽ 1 ആൻഡ് ഫ്രീക്വൻസി F2 ഫോർ ചാനൽ 2 ആൻഡ് ഫ്രീക്വൻസി F6 ഫോർ ചാനൽ 6. ഓരോ ചാനൽസിനും ഓരോ ഫ്രീക്വൻസിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ യൂസേഴ്സും ആക്റ്റീവ് ആവുന്ന ടൈം യുണീക്ക് ഫ്രീക്വൻസി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, the available bandwidth is subdivided into a number of narrower band channels and each user is allocated a unique frequency. Next, ഈ FDMA വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു FDMA സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുലാർ സിസ്റ്റത്തിനാണെന്ന് അസ്യൂം ചെയ്യുക. ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വോയിസ് റിസീവ് ചെയ്യാനും നിങ്ങളുടെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും രണ്ട് ചാനൽ FDMA സപ്പോർട്ടഡ് സെല്ലുലാർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസിയാണ് ഫോർവേഡ് ബാൻഡ്. ഈ വോയിസ് റിസീവ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് റിവേഴ്സ് ബാൻഡ്. ഓക്കെ, ഈ രണ്ട് ബാൻഡ് വിഡ്ത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക.
ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് ഈ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബാൻഡ് വരുന്നതെങ്കിൽ അവിടെ ഇന്റർഫറൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി ആയിരിക്കും ഈ രണ്ട് ബാൻഡിനും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഫ്രീക്വൻസി ആ സെയിം ടൈമിൽ വേറൊരു യൂസേഴ്സിനും അലോക്കേറ്റ് ചെയ്യില്ല. നിങ്ങൾ കോൾ എപ്പോഴാണോ എൻഡ് ചെയ്യുക അതിനുശേഷം മാത്രമേ ഈ ഫ്രീക്വൻസി, ഈ ഫോർവേഡ് ബാൻഡ് ആൻഡ് റിവേഴ്സ് ബാൻഡിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി അനദർ യൂസേഴ്സിന് അലോക്കേറ്റ് ചെയ്യുള്ളൂ. FDMA cellular system assign two bandwidth of frequency for forward and reverse transmission. Okay, they are forward band and reverse band, and it is simultaneous and continuous transmission, and it is implemented in narrow band system. And FDMA channel carries only one voice circuit at a time. Continuous transmission ആണ്, അതുകൊണ്ട് തന്നെ അവിടെ ഓവർഹെഡിനുള്ള ചാൻസും വളരെ കുറവാണ്. അപ്പോൾ ലോ ഓവർഹെഡ് മാത്രമേ FDMA സെല്ലുലാർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇത്രയും പ്ലസ് പോയിന്റ് ഉണ്ടായിട്ടും FDMA വളരെ റെയർ ആയിട്ട് മാത്രമേ സെല്ലുലാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ. മെയിൻ റീസൺ, ഇപ്പോൾ ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഓൺലി വൺ പേഴ്സൺ ആയിരിക്കുമല്ലോ ടോക്ക് ചെയ്യുക. ഈ രണ്ട് ചാനൽസും കോൾ എൻഡ് ചെയ്യുന്നത് വരെ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിസോഴ്സ് വേസ്റ്റേജിലേക്ക് ഇതിനെ ലീഡ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ, ഇവിടെ യൂസ് ചെയ്യുന്നത് നാരോ ബാൻഡ് വിഡ്ത്ത് ആണ്. വളരെ ചെറിയൊരു ബാൻഡ് വിഡ്ത്ത് ആണ് ഓരോ ചാനൽസിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൽറ്റർ ഓർ ഡ്യൂപ്ലെക്സർ യൂസ് ചെയ്ത് മാത്രമേ വോയിസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, so it requires radio frequency filtering and duplexer to maintain the voice quality. Voice conversation may not be continuous during the whole channel allocation time, and it leads to resource wastage. So these are the features of frequency division multiple access. Second one, time division multiple access. TDMA allows a number of users to access a single radio frequency channel without interference, and it allocating unique time slot to each users within each channel. ഓരോ യൂസേഴ്സിനും ഓരോ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ടൈം സ്ലോട്ടിൽ മാത്രമേ ആ യൂസേഴ്സിന് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര യൂസേഴ്സ് ഉണ്ടോ ആ എല്ലാ യൂസേഴ്സിനും സെയിം ഫ്രീക്വൻസിയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈമിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ഫിഗർ, ടൈം, ഫ്രീക്വൻസി. ടൈം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ്. ഫസ്റ്റ് സ്ലോട്ട് ഈസ് ഫോർ ചാനൽ 1 ആൻഡ് സെക്കൻഡ് സ്ലോട്ട് ഫോർ ചാനൽ 2, ചാനൽ 3, 4, 5, 6 ആൻഡ് അഗെയിൻ ചാനൽ 1, 2, 3 ആർ റിപ്പീറ്റഡ്. സോ ഫസ്റ്റ് യൂസറിന് ചാനൽ 1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് 5 ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ TDMAയിൽ കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ അല്ല, 0.0 സംതിങ് മില്ലി സെക്കൻഡ് അത്രയും ഡിലേ ഉണ്ടാവുള്ളൂ. സോ ആ ഡിലേ ഒരിക്കലും മൊബൈൽ യൂണിറ്റ് സർവീസിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, TDMA is not continuous transmission. It shares single carrier frequency for multiple users, and it supports data rates of 64 kilobits per second to 120 megabits per second. Next one, TDMA time slot. എങ്ങനെയാണ് ഈ TDMA ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡാറ്റ സ്ട്രീംസിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഫ്രെയിംസിലും നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടായിരിക്കും, ടൈം സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടൈം സ്ലോട്ടിലും ഓരോ യൂസേഴ്സിൻ്റെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡാറ്റ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇതൊരു TDMA ഫ്രെയിമാണ്, സിംഗിൾ ഫ്രെയിം. സോ അതിൽ പ്രിയാമ്പിൾ, ഇൻഫോർമേഷൻ ആൻഡ് ട്രെയിൽ ബിറ്റ്സ് ഉണ്ടാവും. ഇത് ഓൾറെഡി സെക്കൻഡ് ജനറേഷൻ TDMAയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇൻഫോർമേഷനിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ N യൂസേഴ്സ് ഉണ്ടെങ്കിൽ N സ്ലോട്ട് ഉണ്ടായിരിക്കും. സ്ലോട്ട് 1, 2, 3, 4 ദെൻ അപ് ടു N. ഒരു യൂസറിൻ്റെ ടൈം സ്ലോട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഗാർഡ് ബിറ്റ്, സെക്കൻഡ് സിങ്ക്രണൈസ് ബിറ്റ്, കൺട്രോൾ ബിറ്റ്
ആൻഡ് ഇൻഫർമേഷൻ ലാസ്റ്റ് CRC. ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റയിൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷന് വേണ്ടിയിട്ടാണ് CRC സെക്ഷൻ. റിസീവർ സൈഡിൽ, ദാറ്റ് മീൻ ആൻറ്റിനയിൽ റിസീവർ സൈഡിൽ ഏത് യൂസറിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പ്രീആമ്പിൾ ആൻഡ് ഓരോ സ്ലോട്ടിൻ്റെയും സിങ്ക്രണൈസേഷൻ ബിറ്റും യൂസ് ചെയ്യും. ഗാർഡ് ബിറ്റ് യൂസ് ചെയ്യുന്നത് ടൈം സ്ലോട്ട് തമ്മിലുള്ള ഓവർലാപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് TDMA ടൈം സ്ലോട്ട് ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, data stream divided into frames and frames divided into time slots. Each frame contain n number of time slot to accommodate n number of users. n numbers of users ഉണ്ടെങ്കിൽ n time slot provide ചെയ്തിരിക്കണം. 1 time slot for 1 user. And preamble synchronization information help the receiver in receiving the data. Okay. And guard bit used to avoid overlap between time slot. Okay, next one, advantages and disadvantages. ഒരു ടൈം സ്ലോട്ടിൽ ഒരു യൂസർ ഡാറ്റ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോ അവിടെ ഒരുപാട് സെറ്റിംഗ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യമില്ല. സോ ഇറ്റ് ഹാസ് ലോ ബാറ്ററി കൺസപ്ഷൻ and TDMA is the most cost effective technology to convert an analog system to digital. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ടൈം സ്ലോട്ടിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് യൂസേഴ്സിന് മാത്രമായിരിക്കും ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. n യൂസേഴ്സ് ഉണ്ടെങ്കിൽ n ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഒരു മൊബൈൽ യൂണിറ്റ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് വരുമ്പോൾ ആ ന്യൂ യൂസറിന് അവിടെ ടൈം സ്ലോട്ട് അവൈലബിൾ ആവണമെന്നില്ല. ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ ഫെയിൽ ആവാം, അതല്ലെങ്കിൽ ആ കോള് ഡിസ്കണക്ട് ചെയ്ത് പോവാം. Okay, when mobile unit moving from one cell to other, if all time slot in this cell are full, then the user must be disconnected. Okay, so idana time division multiple access. And the next one, third one, code division multiple access. In CDMA, system allows multiple users share the same band at the same time. CDMA സപ്പോർട്ടഡ് നെറ്റ്വർക്ക് സിസ്റ്റത്തിലെ എല്ലാ മൊബൈൽ യൂണിറ്റ്സിനും സെയിം ടൈം സെയിം ഫ്രീക്വൻസി ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരും, അങ്ങനെയാണെങ്കിൽ റിസീവർ സൈഡിൽ അല്ലെങ്കിൽ ആൻറ്റിനാസിൽ ഈ എല്ലാ സിഗ്നൽസും ഒരുമിച്ച് റീച്ച് ചെയ്യുമ്പോൾ ഈ സിഗ്നൽസിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കും? അതിനുവേണ്ടി CDMAയിലെ എല്ലാ യൂസേഴ്സിനും ഒരു യുണീക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യും. Users are differentiated by unique pseudo-random orthogonal code sequence, PN code എന്ന് പറയും. ഓക്കെ, മൊബൈൽ യൂണിറ്റ് ബേസ് സ്റ്റേഷനുമായിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ PN കോഡ് യൂസ് ചെയ്ത് എൻകോഡ് ചെയ്യും. ദെൻ റിസീവർ സൈഡിൽ ഈ എല്ലാ മൊബൈൽ യൂണിറ്റ്സിൻ്റെയും PN കോഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ റിസീവർ സൈഡിൽ ഈ PN കോഡ് യൂസ് ചെയ്ത് എൻകോഡഡ് ഡാറ്റ ഡീകോഡ് ചെയ്യും. ഓക്കെ, and next one, advantages. CDMA consistently provide better capacity for voice and data communications, allowing more subscribers to connect at any given time. In FDMA and TDMA, നെറ്റ്വർക്ക് സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ കൂടുതൽ യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് CDMAയിലാണെങ്കിൽ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിന് ലിമിറ്റ് ഇല്ല. ബാൻഡ്വിഡ്ത്ത് അവൈലബിൾ ആണെങ്കിൽ മോർ നമ്പർ ഓഫ് യൂസേഴ്സിന് സിസ്റ്റം ആക്സസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇൻ SDMA ഒരു സെൽ 3 or more sectors ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഓരോ സെക്ടേഴ്സിനും ഒരു സ്പോട്ട് ബീം ആൻറ്റിന പ്രൊവൈഡ് ചെയ്യും. Okay, in SDMA, a cell is divided into narrow sector and served by a directional antenna called spot beam antenna. Okay, first figure നോക്കാം. ഒരു സെൽ അതിലൊരു ആൻറ്റിന പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആൻറ്റിന യൂസ് ചെയ്ത് K നമ്പർ ഓഫ് യൂസേഴ്സിന് സെയിം ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ SDMA എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു സെൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ 3 സെക്ടേഴ്സ്.
ഈ സെക്ടേഴ്സിലെ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെക്ടറിലും സ്പോട്ട് ബീം ആൻറ്റിന പ്ലേസ് ചെയ്യും. സോ ഈ സ്പോട്ട് ബീം ആൻറ്റിന യൂസ് ചെയ്ത് ഓരോ സെക്ടേഴ്സിലും k നമ്പർ ഓഫ് യൂസേഴ്സിന് സെയിം ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസിന്റെ കൺസെപ്റ്റ്. SDMA controls the radio signal for each users in space using spot beam antenna. Different beams are generated to cover different areas of the cell, thus serving users through this beam on the same frequency using TDMA or CDMA. ഓരോ സെക്ടേഴ്സിലും സെയിം ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ TDMA അതല്ലെങ്കിൽ CDMA ടെക്നിക്സ് ആണ്. ഓക്കെ, സോ ഓരോ സെക്ടേഴ്സിലും ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സെയിം ഫ്രീക്വൻസി ഡിഫറെൻറ്റ് നമ്പർ ഓഫ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. SDMA increases signal strength for both the mobile unit and base station. And it minimizes the interference. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.